നമ്മൾ രാവിലെ കെട്ടി ഒരുങ്ങി എവിടെ പോകുന്നതെന്ന് ചോദിച്ചാൽ മണ്ടയ്ക്കാട് പോവുകയാണേ. അവിടെ കൊടിയേറ്റമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം കൊടയെന്നാണ് പറയുന്നത്. അവിടെ മണ്ടയ്ക്കാടെന്ന് പറയുമ്പോൾ ഇതുമല്ല വിശേഷം, മീൻ വിഭവങ്ങൾ വെച്ച് കഴിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ. അപ്പം ആ കാഴ്ചകളൊക്കെ നമ്മൾ ഇന്ന് വ്ളോഗിൽ കാണിക്കുന്നതാണ്. അപ്പം പോയിട്ട് വരാം. രാവിലെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. കണ്ടോ, നല്ല മഞ്ഞൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. നേരം വെളുത്തിട്ടില്ല, സമയം 6:20. നേരം വരവര വെളുത്ത് വരുന്നതേ ഉള്ളൂ ഇവിടെ കേട്ടോ. നല്ല മഞ്ഞൊക്കെ അടിച്ച് നല്ല ക്ലൈമറ്റ് നോക്കി. നമ്മൾ ഇനി കന്യാകുമാരി റൂട്ടിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ മാർത്താണ്ഡ പാലം കയറിയിട്ടുണ്ട്. നമ്മളെ എല്ലാ വർഷവും ഇങ്ങനെ മണ്ടയ്ക്കാട് പോകുന്നതാണ് കേട്ടോ. ഇവിടെ ഒരാൾക്ക് നല്ല ഉറക്കം വരുന്നെന്നാണ് പറയുന്നത്. രാവിലെ എണീറ്റ് വന്നോണ്ട് ഒരു കട്ടൻ അടിച്ചാലേ ഉറക്കം മാറുള്ളൂ. ഇനി എന്തായാലും പോകുന്ന വഴിക്ക് ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് ഇനി യാത്രയാവാം. ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഉറക്കം വരില്ലെന്നാണ് പറയുന്നത്. ഉറക്കം വരില്ല. ഞാൻ ഇങ്ങനെ, എനിക്ക് ടെൻഷൻ കാരണമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ ഞാൻ ഉറങ്ങിയ ചേട്ടനും ഉറങ്ങിപ്പോകും. എനിക്ക് അതുകൊണ്ടൊരു ടെൻഷനാണ്. എനിക്ക് എത്ര ഉറക്കം വന്നാലും ഞാൻ ഇങ്ങനെ കടിച്ചമർത്തിയിരുന്ന് സംസാരിക്കും. ഡ്രൈവിംഗ് ഫീൽഡിലൊന്നും ഇല്ല, കുറേ നാളായി ഡ്രൈവിംഗ് ഫീൽഡിൽ ഇല്ലാത്തതുകൊണ്ട്. ഫീൽഡിൽ നിൽക്കുന്ന ടൈമിലാണ് ഡേ ആൻഡ് നൈറ്റൊക്കെ ഞാൻ വണ്ടി ഓടിക്കും. ഇപ്പോൾ കുറേ നാളായി, ഒരു 5 വർഷമായിട്ട് ഡ്രൈവിംഗ് ഫീൽഡിലൊന്നും ഇല്ല. ഇപ്പോൾ വണ്ടി നമ്മുടെ ഫീൽഡ് അതാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറ്റി. എന്തായാലും ഇപ്പം അങ്ങനെ ഇപ്പം അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് ദൂരമൊക്കെ ഓടിക്കും. നേരത്തെ എന്ന് പറഞ്ഞാൽ 100-400 കിലോമീറ്റർ വരെയൊക്കെ ഓടിച്ച് പോകും. നോൺ സ്റ്റോപ്പായിട്ടൊക്കെ ഓടിച്ച് പോകായിരുന്നു. ഇവിടുന്ന് എറണാകുളമൊക്കെ പോയിട്ട് തിരിച്ച് പഴയ എയർപോർട്ടൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ നേരെ ഒരു 50 കിലോമീറ്റർ പോകുമ്പോൾ തന്നെ എനിക്ക് ഉറക്കവും ക്ഷീണമാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് അറിയാതെ ഉറങ്ങിപ്പോയി. അപ്പോഴാണ് എന്നെ തട്ടി ഉണർത്തിയത്. നീ ഉറങ്ങിയാൽ ഞാനും ഉറങ്ങും. അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് വിചാരിച്ചത് വ്ളോഗ് ചെയ്താൽ ഉറക്കം വരില്ല. ഉറക്കം തീരെ കൂടുതലായിട്ട് വരുവാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഇനി സെല്ലോ ടേപ്പ് അങ്ങനെ മേടിക്കണം, കണ്ണ് മേളിലോട്ട് പിടിച്ചൊട്ടിക്കാനായിട്ട്. അപ്പോൾ ഇനി ഈ ക്ഷീണമൊക്കെ അകറ്റാൻ വേണ്ടി ഒരു ചായയും കടിയൊക്കെ കുടിച്ചിട്ട് അടുത്ത യാത്രയാകാം. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി. ഇവിടെ സ്ഥിരം കാണുന്നത് സമൂസ ആയിരിക്കും കേട്ടോ. ഈ തമിഴ്നാട് സൈഡിലൊക്കെ ഏറ്റവും കൂടുതൽ പലഹാരമായിട്ട് സമൂസയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചേട്ടൻ ഇനി ഒരു കട്ടച്ചായയെങ്കിലും കുടിച്ചില്ലെങ്കിൽ ഉറങ്ങി വീഴും കേട്ടോ. യാത്ര ചെയ്യുമ്പോൾ ചേട്ടൻ ഇങ്ങനെ കട്ടനാണ് കുടിക്കാറ്. എനിക്ക് പിന്നെ രാവിലെ ഒരു ചായ നിർബന്ധമാണ്. മോനും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ മണ്ടയ്ക്കാട് എത്തിയിട്ടുണ്ട്. വണ്ടി ഇച്ചിരി ദൂരെ പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നേരെ മണ്ടയ്ക്കാടോട് നടക്കും. അവനെ കൂടെ ഒന്ന് കാണിക്കണം. ഇവനെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇവനെ പൊക്കമില്ലാത്ത നമ്മൾ എടുത്ത് കാണിക്കുക. അപ്പൊ ഇന്ന് നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ. പാർക്കിംഗ് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മളെന്നാലും പാർക്കി ഒരു സ്ഥലത്ത്. മണ്ടയ്ക്കാട് കൊട മഹോത്സവം ആരംഭിക്കുന്നത് കുംഭമാസത്തിലാണ് കേട്ടോ. ഇത്തവണ മാർച്ച് 1-നാണ് കൊടിയേറിയത്. മാർച്ച് 1 മുതൽ 10 വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ചൊവ്വാഴ്ചയാണ് കൊട മഹോത്സവം. പിന്നെ മറുകൊട എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ചൊവ്വാഴ്ചയാണ് കേട്ടോ. ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴാണ് മറുകുട വരുന്നത്. അപ്പോൾ ഈ പ്രധാന കൊട മഹോത്സവത്തിന് പോകാൻ പറ്റാത്തവർ തൊട്ടടുത്തുള്ള മറുകുടയ്ക്കാണ് പോകുന്നത്. ഇന്ന് ഞായറാഴ്ച ആയത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ എങ്ങനെ കയറി തൊഴും എന്നുള്ള ആശങ്കയിലായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹിയായ ജിതേഷ് ചേട്ടനെ എനിക്ക് ഓർമ്മ വന്നത്. എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ടയ്ക്കാട് എന്താവശ്യമുണ്ടെങ്കിലും വരുമ്പോൾ വിളിക്കാൻ. അങ്ങനെ ജിതേഷ് ചേട്ടൻ സ്ഥലത്തില്ലെങ്കിൽ കൂടിയും ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമ്മിറ്റി ഓഫീസിൽ നിന്നും ഒരു സ്റ്റാഫ് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി കേട്ടോ തൊഴാനായിട്ട്. സത്യത്തിൽ ഞങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി മാറി കേട്ടോ. നല്ല പോലെ ദേവിയുടെ മുന്നിൽ വന്ന് നിന്ന് തൊഴാൻ സാധിച്ചു. അപ്പോഴാണ് ക്ഷേത്രത്തിനകത്ത് നിന്ന് മെയിൻ പോറ്റി വന്ന് ഞങ്ങൾക്ക് ഒരു വലിയ നാരങ്ങാഹാരം പ്രസാദമായി കൊണ്ടുവന്നു കേട്ടോ. ജിതേഷ് ചേട്ടനോട് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഞങ്ങളെ ക്യൂവിൽ നിർത്താതെ സ്പെഷ്യലായിട്ട് ഞങ്ങളെ അമ്പലത്തിൽ കയറ്റി തൊഴുത് അമ്പലത്തിൽ നിന്ന് നല്ല രീതിയിലൊരു പ്രസാദവും എനിക്ക് തന്നിട്ടുണ്ട്. പോറ്റി എനിക്ക് തന്ന പ്രസാദമാണിത്. ജിതേഷ് ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്. ദേവിയുടെ മുന്നിൽ നിന്ന് നല്ല പോലെ ഞങ്ങൾക്ക് തൊഴാൻ പറ്റി. ഞങ്ങൾക്ക് ക്യൂവിലേ നിൽക്കേണ്ടി വന്നില്ല. ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളെ അകത്ത് കയറ്റി വിട്ടു കേട്ടോ. ഒത്തിരി നന്ദിയുണ്ട്. ആറാലമ്പുഴ ജിതേഷ് ചേട്ടൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു ചേട്ടനെ പോലെയാണ്. പുള്ളിക്കാരൻ ഇവിടുത്തെ ഈ കമ്മിറ്റി മെമ്പറാണ്.
അത്രയും ഹോർഡറുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രസാദവും കിട്ടി. അതുപോലെ തന്നെ പെട്ടെന്ന് 5 മിനിറ്റിനകത്ത് അല്ലെ 5 മണിക്കൂർ തൊഴേണ്ട അവസ്ഥയായിരുന്നു. പുള്ളി അത്രയും സഹായം ചെയ്തിട്ടുണ്ട്. എൻ്റെ മോൻ്റെ കാര്യം അറിയാം പുള്ളിക്ക്, അതുകൊണ്ട് പെട്ടെന്ന് കയറി തൊഴുതോളാൻ പറഞ്ഞു. ഞങ്ങളൊരു 5 മിനിറ്റ് കൊണ്ട് ശ്രീകോവിലിൽ കയറി തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് ക്യൂ ഒന്നും വേണ്ട, നിങ്ങൾ പോയി തൊഴുതിട്ട് വരൂ എന്ന് പറഞ്ഞാണ് ഞങ്ങളെ കയറ്റി വിട്ടത്. നല്ല സപ്പോർട്ടായിരുന്നു. ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരെ നമുക്ക് 100% ആത്മാർത്ഥയോടാണ് അവർ പെരുമാറുന്നത്. നമ്മളോട് അപ്പം ബിഹേവ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്ത് ഹെൽപ്പ് വേണമെന്നാണ് അവർ ചോദിച്ചത്. എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്കിവിടെ തൊഴുതിറങ്ങാൻ പറ്റി. അത് കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ, ഞങ്ങളുടെ കൂടെ വന്നു. പിന്നെ മെയിൻ ഉള്ള ഒരാൾ ഞങ്ങളുടെ കൂടെ അകത്ത് മെയിൻ ഗേറ്റിനകത്ത് ശ്രീകോവിലിൻ്റെ ആ ചുറ്റമ്പലത്തിൽ കയറ്റാൻ വേണ്ടി നമ്മൾ അങ്ങ് അകത്ത് വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഒത്തിരി നന്ദി, എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പം ഇനിയും ഞങ്ങൾ ക്ഷേത്രത്തിൽ വരും. സീസൺ അല്ലാതെ ഇതിവിടെ തുറക്കുമല്ലോ, ഇടയ്ക്ക് ഉത്സവം അല്ലാത്ത ദിവസം ഇനി ഒരു ദിവസം ഞങ്ങൾ വരുന്നതായിരിക്കും. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആചാരങ്ങളിലൊന്നാണ് കേട്ടോ ഈ ആൾരൂപം തലയ്ക്കൊഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എറിയുന്നത് വഴി രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇത് ഇവിടുത്തെ പ്രത്യേക ആൾരൂപ നേർച്ചയാണ് കേട്ടോ. തടിയിലുണ്ടാക്കി വെച്ച നമ്മുടെ ആൾരൂപം മാതിരിയുള്ള സാധനങ്ങളാണ്. ഇത് തലയ്ക്ക് ഒഴിഞ്ഞതിന് ശേഷം നേണ്ട അവിടെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിലേക്ക് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാവുന്ന പ്രസാദങ്ങളാണ് കേട്ടോ. വലിയ ലഡുവൊക്കെ ഉണ്ട്. തിരുപ്പതി ലഡുവിൻ്റെ അത്രയുള്ള ലഡുവും പിന്നെ മുറുക്ക് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് പ്രസാദമായിട്ട് ഈ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോവാം. നമ്മുടെ ജിതേഷ് ചേട്ടൻ്റെ സമർപ്പണ ബോർഡാണ് കേട്ടോ. ശ്രീ പ്രസന്ന വിനായകൻ ജിതേഷ് കുമാർ വി, ആറാലുമൂട്, നെയ്യാറ്റിൻകര PO. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ഈ വരുന്നത്. പ്രധാന നേർച്ചയാണ് കുടമെടുപ്പ്. കുടമെടുത്തിട്ട് ഒരുപാട് പേര് നമ്മുടെ നാട്ടിലെ കാവടി എടുക്കുന്ന പോലെ കുടം തലയിൽ ചുമടിലേറ്റി ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളും അമ്മമാരും അതുപോലെ തന്നെ പ്രായമുള്ളവരെല്ലാം ഈ ഒരു നേർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ആചാരമാണിത്. നടക്കാൻ പറ്റാത്തവർ പോലും എടുക്കുന്നുണ്ട് കേട്ടോ. പ്രായമുള്ളവരെന്ന് പറഞ്ഞാൽ ഏകദേശം 10-60 വയസ്സിന് മുകളിലുള്ളവരാണ് ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കാഴ്ചകൾ കൂടി ബാക്കിയുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൽ കയറി തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം മീനൊക്കെ വാങ്ങിയിട്ട് ഇവിടെ ഒരു പറമ്പുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. പറമ്പ് ഒന്ന് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ വന്നിരുന്ന് അത് പാകം ചെയ്ത് കഴിച്ചിട്ട് പോകണമെന്നാണ് ഇവിടുത്തെ ശാസ്ത്രം. സ്ഥലം കരിങ്കൽ അല്ലേ? എന്താ പാചകം? എന്താ ബിരിയാണി ഇല്ല, ചോറ് ചിക്കൻ കറി, ചിക്കൻ കറി, കാടപ്പൊടി. നിങ്ങൾ എത്ര പേരുണ്ട്? 10 പേര്. ഇത്രയും പേരുണ്ടല്ലേ? എല്ലാവരും വളരെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേന് ഭയങ്കരമായിട്ടൊരു പാചകം കണ്ടോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് അവർ വെച്ചിരിക്കുന്നത്. എത്ര പേർക്കുള്ളതാണ്? എത്ര ആൾക്ക് ഇത് സാപ്പിടുന്നത്? 30 പേര്. 35 പേര്. ഒരു 35 പേർക്കുള്ള ഫുഡാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ പേരെന്താ? അനില എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പൊ കറി എന്തൊക്കെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നത്? കറി മീനുണ്ട്, ചിക്കനുണ്ട്, സാമ്പാർ, കപ്പയും മീനും ചിക്കനും എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. അത് കുടിക്കാനുള്ള വെള്ളം ചൂടാക്കും. ഓക്കെ. എല്ലാം ഇത്രയും സാധനങ്ങളെല്ലാം നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്? അപ്പൊ അത്ര വലിയ വണ്ടിയിലായിരിക്കുമല്ലോ വന്നത്. അപ്പൊ എല്ലാം ടെമ്പോയിലാണ് ഇവർ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് ഫാമിലീസ് ഉണ്ട് കേട്ടോ. മണ്ടക്കാടെന്ന് പറയുമ്പോൾ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം കാല് നനയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ബീച്ചിലോട്ട് വരും കേട്ടോ. അപ്പോൾ ഇനി കാലൊക്കെ നനച്ച് നമുക്ക് വീട്ടിലേക്ക് യാത്രയാകാം.